മൂന്നാറിൽ ഇന്ന് മുതൽ പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കുകയാണ്. രാവിലെ 10 മണി മുതൽ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും പ്രത്യേക പരിശോധന നടത്തും. നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന വിനോദസഞ്ചാരികൾക്കും നടപടി നേരിടേണ്ടി വരും. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിലുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത കാണിക്കാറില്ല. മൂന്നാറിലെ മാലിന്യ സംസ്കരണം കീറാമുട്ടിയായതോടെയാണ് നിരോധനം കർശനമായി നടപ്പിലാക്കാൻ മൂന്നാർ പഞ്ചായത്ത് നിർബന്ധിതരായിരിക്കുന്നത്. നിരോധനത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ ഹോട്ടലുകളിലും വഴിയോരക്കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പ്രത്യേക പരിശോധന നടത്തും. 10-ാം തീയതി വരെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ താക്കീത് ചെയ്യും. തുടർന്ന് നിയമലംഘനങ്ങൾ തുടർന്നാൽ പിഴ ചുമത്തുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. 100 മൈക്രോൺ കവർ മൂന്നാറിൽ കിട്ടാനുള്ള സാധ്യതയില്ല, എവിടെയും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ അത് കാരണം ചെറിയ ലാഭത്തിൽ വിറ്റിട്ട് ഇത് ഒരു കവർ മേടിച്ച് നമുക്ക് ആൾക്കാർ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് നമുക്ക് കച്ചവടത്തിൽ ഒരുപാട് നഷ്ടത്തിലുള്ള കച്ചവടമാണ്. പക്ഷെ ഈ കവറുകളൊക്കെ നമ്മൾ അത് തന്നെ വിൽക്കുന്ന വെച്ചാൽ ഈ മൂന്നാർ പഞ്ചായത്ത് തന്നെ ഈ കവറുകളെ ഉണ്ടാക്കിയിട്ട് ഈ കവർ തന്നെ വിൽക്കുന്നത് അവർ വിനിയോഗിക്കട്ടെ, നമ്മൾ അവരുടെ അടുത്ത് മേടിച്ചിട്ട് തന്നെ നമ്മൾ ആൾക്കാർ ഇട്ട് കൊടുക്കാം. നിരോധനം ലംഘിക്കുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പിഴ ഈടാക്കും. നിരോധനം സംബന്ധിച്ച് എല്ലാ വാർഡുകളിലും മൈക്ക് അനൗൺസ്മെന്റിലൂടെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വരുന്ന 1-ാം തീയതി മുതൽ ഈ മേഖലയിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്നതാണ്. ഇത് ലംഘനം നടത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദനവും വിതരണവും നടത്താൻ അതിന് ആദ്യ ലംഘനത്തിൽ 10,000 രൂപ പിഴ ഈടാക്കും. രണ്ടാമത്തെ ലംഘനത്തിൽ 25,000 രൂപ പിഴ ഈടാക്കും. മൂന്നാമത്തെ ലംഘനത്തിൽ 2,50,000 രൂപ പിഴ ഈടാക്കുന്നതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നിലവിലെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, ഉപയോഗം, മാലിന്യം പൊതുയിടങ്ങളിൽ വലിച്ചെറിയുന്നത് എന്നിവ പൊതുജനങ്ങൾക്കും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ദൃശ്യങ്ങൾ സഹിതം വിവരം നൽകുന്നവർക്ക് പിഴത്തുകയുടെ 25% പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.